പശ്ചിമേഷ്യയിൽ നിന്ന് വീണ്ടും ഒരു വൻ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായി ഒരു സമാധാന കരാറിലേക്ക് ഇറാൻ അടുക്കുന്നു എന്ന സൂചനകൾ. എന്നാൽ അതിനിടയിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത എത്തിയത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്റെ പദവി രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി മാധ്യമമായ ഇറാൻ ഇന്റർനാഷണലാണ് ഈ അതീവ രഹസ്യ നീക്കം പുറത്തുവിട്ടത്. രാജ്യത്തിന്റെ സിവിൽ ഭരണകൂടത്തെ പൂർണ്ണമായി നോക്കുകുത്തിയാക്കി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ഇറാന്റെ ഭരണം പൂർണ്ണമായി കൈക്കലാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് ശരിക്കും ഇറാനിൽ സംഭവിക്കുന്നത്? ഒരു മിലിറ്ററി അട്ടിമറിയുടെ നിഴലിലാണോ ആ രാജ്യം? പരിശോധിക്കാം. ആദ്യം തന്നെ ആരാണ് ഈ മസൂദ് പെസഷ്കിയാൻ എന്ന് നമ്മൾ അറിയണം. ഒരു കാർഡിയാക് സർജനായ ഇദ്ദേഹം ഇറാന്റെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ മിതവാദി നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ഇറാനിലെ കടുത്ത നിയന്ത്രണങ്ങളിൽ ജനങ്ങൾക്ക് ഇളവ് നൽകാനും ആഗ്രഹിച്ച വ്യക്തി. കഴിഞ്ഞ വർഷം വലിയ ജനപിന്തുണയോടെയാണ് അദ്ദേഹം പ്രസിഡന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇറാന്റെ കടുത്ത തീവ്ര നിലപാടുകാരായ സൈനിക സുരക്ഷാ വിഭാഗവുമായി പെസഷ്കിയാൻ വലിയ വടംവലിയിലായിരുന്നു. കാരണം ഇറാനിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് ഉണ്ടെങ്കിലും അന്തിമ അധികാരം എപ്പോഴും പരമോന്നത നേതാവിലും സൈന്യത്തിലുമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ സുപ്രീം ലീഡറുടെ ഓഫീസിലേക്ക് അയച്ച കത്തിൽ പെസഷ്കിയാൻ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. എനിക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നില്ല. രാജ്യം പൂർണ്ണമായി സ്തംഭനാവസ്ഥയിലാണ്. തന്റെ സിവിൽ ഗവൺമെന്റിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് IRGC കമാൻഡർ ഇറാനിൽ ഒരു സമാന്തര ഭരണകൂടം നടത്തുകയാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ പേർഷ്യൻ ഗൾഫിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും IRGC നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഈ തർക്കം തെരുവിലേക്ക് എത്തിച്ചത്. അഹമ്മദ് വാഹിദിയുടെ നേതൃത്വത്തിലുള്ള IRGC വിഭാഗം നടത്തിയ ഈ ആക്രമണങ്ങൾ കടുത്ത ഭ്രാന്താണ് എന്ന് പെസഷ്കിയാൻ ആഭ്യന്തര യോഗങ്ങളിൽ തുറന്നടിച്ചു. കാരണം തന്റെ സർക്കാരിന്റെ യാതൊരുവിധ അറിവോ അനുമതിയോ ഇല്ലാതെയാണ് സൈന്യം അയൽ രാജ്യങ്ങൾക്ക് നേരെ പ്രകോപനം സൃഷ്ടിച്ചത്. നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ സിവിൽ സർക്കാർ ശ്രമിക്കുമ്പോൾ സൈന്യത്തിന്റെ ഇത്തരം ഉത്തരവാദിത്തം ഇല്ലാത്ത നടപടികൾ രാജ്യത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മരണത്തെ തുടർന്ന് 2026 മാർച്ചിലാണ് അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനി ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായിട്ട് അധികാരം ഏൽക്കുന്നത്. കടുത്ത യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ ഒരു അധികാരമാറ്റം നടന്നത്. ഷാഡോ പ്രിൻസ് എന്ന് വിളിക്കപ്പെടുന്ന മൊജ്തബ ഖമേനി പൂർണ്ണമായും IRGC ആശ്രയിച്ചിട്ടാണ് തന്റെ അധികാരം നിലനിർത്തുന്നത്. ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് സുപ്രീം ലീഡർ മൊജ്തബ ഖമേനി ഇപ്പോൾ എവിടെയാണ് എന്ന് ഇറാന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല എന്നാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണങ്ങൾ ഭയന്ന് അദ്ദേഹം ഒരു അതീവ രഹസ്യ ബങ്കറിലാണ് കഴിയുന്നത്. അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്താൻ ഒരു വലിയ കൊറിയർ ശൃംഖല തന്നെയുണ്ട്. ഈ കടുത്ത സുരക്ഷാ ലോക്കപ്പിൽ കിടക്കുന്ന സുപ്രീം ലീഡറുടെ അടുത്തേക്ക് പെസഷ്കിയാന്റെ രാജിക്കത്ത് എത്തിയാലും അതിന്മേലൊരു തീരുമാനം വരാൻ ദിവസങ്ങളെടുക്കും. സിവിൽ സർക്കാരിനേക്കാൾ സൈന്യത്തിനാണ് മൊജ്തബ പ്രാധാന്യം നൽകുന്നത് എന്നതിനാൽ പെസഷ്കിയാന്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലാണ്. ഈ ആഭ്യന്തര കലഹം നടക്കുന്നത് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടൊരു വലിയ സമാധാന കരാറിന് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനുമേലുള്ള നേവൽ ബ്ലോക്കേഡ് മാറ്റാം, പകരം ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കരുത്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അന്താരാഷ്ട്ര കപ്പലുകൾക്കായിട്ട് പൂർണ്ണമായി തുറന്നു കൊടുക്കണം തുടങ്ങിയ കടുത്ത നിബന്ധനകളാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ഈ ചർച്ചകളെ പ്രസിഡന്റ് പെസഷ്കിയാൻ അനുകൂലിച്ചിരുന്നു. എന്നാൽ IRGCയും പാർലമെന്റിലെ കടുത്ത തീവ്ര നിലപാടുകാരായ നേതാക്കളും ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. ഞങ്ങൾ ചർച്ചകളിലൂടെയല്ല മറിച്ച് മിസൈലുകളിലൂടെയാണ് കാര്യങ്ങൾ നേടുന്നത് എന്നാണ് IRGC അനുകൂലികളായ നേതാക്കൾ പറയുന്നത്. ഇറാന്റെ ഭരണകൂടം എത്രത്തോളം ഭിന്നിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഒരു ആഭ്യന്തര തർക്കം അല്ലെങ്കിൽ ഈ ആഭ്യന്തര തർക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ രാജിവാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇറാൻ മാധ്യമങ്ങൾ ശക്തമായ ഭാഷയിൽ ഇത് നിഷേധിച്ചിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡെപ്യൂട്ടി സയ്യദ് മെഹദി തബതബായി തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും വ്യാജമാണ് എന്ന് പ്രഖ്യാപിച്ചു. വിദേശ മാധ്യമങ്ങളുടെ വെറും മാധ്യമ നാടകങ്ങൾ മാത്രമാണിത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. IRGCയുമായിട്ട് ബന്ധമുള്ള തസ്നം വാർത്താ ഏജൻസി ഈ രാജിവാർത്തയെ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിഗൂഢ അജണ്ടയായി ചിത്രീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പെസഷ്കിയാൻ ജനങ്ങളെ സേവിക്കുന്നതിൽ നിന്നും ഒരിക്കലും പിന്മാറില്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പുകയുന്ന ഇറാനിയൻ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചിത്രം ഇതോടെ പുറത്തു വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ തോക്കിൻ മുന്നിൽ നിർത്തി നിശബ്ദമാക്കുന്ന സൈനിക ശക്തികളുടെ നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഉപരോധങ്ങളിലും വലയുമ്പോൾ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ള ഇത്തരം വടംവലികൾ ഇറാനെ
കൂടുതൽ അരാജകത്വത്തിലേക്ക് നയിക്കും. നയതന്ത്ര ചർച്ചകളിൽ നിന്നും സിവിൽ സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ട് IRGC അധികാരം പൂർണ്ണമായി പിടിച്ചെടുത്താൽ അത് അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളെ പാടെ തകർക്കുകയും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ ഇറാന്റെ രാഷ്ട്രീയം എങ്ങോട്ട് തിരിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.